എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഭൂമിയെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു അധ്യായമാണ്. അധ്യായത്തിന്റെ പേര് ദി ചേഞ്ചിങ് എർത്ത് എന്നാണ്, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഭൂമി. നമ്മുടെ ഭൂമി എപ്പോഴും ഒരുപോലെ അല്ലായിരിക്കുന്നത്, അല്ലേ? അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെയും ചിലപ്പോൾ നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടും ഈ മാറ്റങ്ങൾ സംഭവിക്കാം. അത്തരത്തിലുള്ള ഒരു അനുഭവം കേട്ടുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങിയാലോ? ഒരിക്കൽ വയനാട്ടിലെ മേപ്പാടിയിൽ ഒരു വലിയ ദുരന്തമുണ്ടായി. അത് 2024 ജൂലൈ 30 പുലർച്ചെയായിരുന്നു. ഒരു രാത്രി ഏകദേശം 3 മണിയായപ്പോൾ ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടാണ് എല്ലാവരും ഉണർന്നത്. പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ വീടിന്റെ അടുത്തായി ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിയപ്പോൾ പേടിച്ചു വിറച്ചുപോയി. ചെവി തുളയ്ക്കുന്ന ശബ്ദത്തോടെ വലിയ പാറക്കല്ലുകൾ ഉരുണ്ടുവരുന്നു. ചുറ്റും ആളുകളുടെ നിലവിളികൾ. അവർ വീടിന്റെ പുറകിലുള്ള കാട്ടിലൂടെ മുകളിലേക്ക് ഓടിക്കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദമെല്ലാം നിന്നു. അവർ തിരികെ വീട്ടിലെത്തി. ഭാഗ്യവശാൽ അവരുടെ വീടുള്ള സ്ഥലത്തായിരുന്നില്ല ഉരുൾപൊട്ടലുണ്ടായത്. അടുത്തുള്ള വീട്ടുകാർ രക്ഷപ്പെട്ടോ എന്നായിരുന്നു അവരുടെ അടുത്ത ചിന്ത. അവർ ഓരോരുത്തരുടെയും പേര് ഉറക്കെ വിളിച്ചു നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളടക്കം ഒരു കൂട്ടം ആളുകൾ അവരുടെ അടുത്തേക്ക് ഓടിവന്നു. അവരുടെ ദേഹമാസകലം ചെളിയായിരുന്നു. എല്ലാവരും പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാവരും വീടുപേക്ഷിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടി. കേട്ടോ, എത്ര ഭയാനകമായ ഒരു അനുഭവമാണല്ലേ? ഇങ്ങനെയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസങ്ങൾ എത്രത്തോളം വിനാശകരമാകുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ അധ്യായത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാ ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസങ്ങളും വിനാശകരമാണോ? അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കത് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമോ? എപ്പോഴാണ് ഈ പ്രതിഭാസങ്ങൾ ദുരന്തങ്ങളായി മാറുന്നത്? ഇതിനെയൊക്കെ തടയാൻ എന്ത് മുൻകരുതലുകൾ എടുക്കാം? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ദുരന്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനു മുൻപ് നമ്മൾ ചില വാക്കുകൾ പരിചയപ്പെടണം. അതാണ് ഹസാർഡ്, ഡിസാസ്റ്റർ, റിസ്ക്, വൾനറബിലിറ്റി ആൻഡ് കപ്പാസിറ്റി. എന്താണ് ഒരു ഹസാർഡ്? ജീവനോ ആരോഗ്യത്തിനോ സ്വത്തിനോ അല്ലെങ്കിൽ പരിസ്ഥിതിക്കോ ഭീഷണിയാകുന്ന ഒരു സാഹചര്യത്തെയാണ് ഹസാർഡ് എന്ന് പറയുന്നത്. അതൊരു ഭീഷണി മാത്രമാണ്, ദുരന്തമാകണമെന്നില്ല. അപ്പോൾ എന്താണ് ഡിസാസ്റ്റർ? ഒരു സമൂഹത്തിന് സ്വന്തം നിലയ്ക്ക് നേരിടാൻ കഴിയാത്തത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ഹസാർഡ് ഡിസാസ്റ്ററായി മാറുന്നത്. അതായത് ഒരു ഹസാർഡിനെ നേരിടാൻ ഒരു സമൂഹത്തിന് കഴിവില്ലെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആൾതാമസമില്ലാത്ത ഒരു മരുഭൂമിയിൽ എത്ര വലിയ ഭൂകമ്പമുണ്ടായാലും നമ്മൾ അതിനെ ഒരു ദുരന്തമെന്ന് വിളിക്കുമോ? ഇല്ല. കാരണം അവിടെ ആർക്കും ഒരു നാശനഷ്ടവും സംഭവിക്കുന്നില്ല. അടുത്ത വാക്കാണ് റിസ്ക്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഹസാർഡ് കാരണമുണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടത്തിന്റെ അളവാണ് റിസ്ക്, അതായത് അപകട സാധ്യത എന്ന് പറയാം. ഇനി വൾനറബിലിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ഹസാർഡ് കാരണം ഒരു സമൂഹത്തിനോ കെട്ടിടത്തിനോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനോ ഉണ്ടാകാൻ സാധ്യതയുള്ള നാശത്തിന്റെ തോതാണ് വൾനറബിലിറ്റി, അതായത് ആ പ്രദേശം എത്രത്തോളം ദുർബലമാണ് എന്ന്. അവസാനത്തെ വാക്ക് കപ്പാസിറ്റി. ഒരു ദുരന്തത്തെ നേരിടാനും അതിജീവിക്കാനും അതിൽ നിന്ന് വേഗം കരകയറാനുമുള്ള ഒരു സമൂഹത്തിന്റെ കഴിവിനെയും വിഭവങ്ങളെയുമാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ വാക്കുകളൊക്കെ ഓർത്തുവയ്ക്കുമല്ലോ. നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ ഉപരിതലം ഒരു സമതലം പോലെ പരന്നതാണോ? അല്ലല്ലോ. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇത്രയധികം ഉയർച്ചതാഴ്ചകളുള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ ഉപരിതലം നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ദശലക്ഷം വർഷങ്ങളായി ഭൂമിക്കുള്ളിലും പുറത്തും ഒരുപാട് ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചലനങ്ങളുടെ ഫലമായാണ് ഭൂമിയിലെ ഓരോ ഭൂരൂപങ്ങളും ഉണ്ടാകുന്നത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, പുഴകൾ, അങ്ങനെയെല്ലാം. ഭൂമിയുടെ ഉപരിതലത്തിലെ ഈ ഉയർച്ചതാഴ്ചകൾക്ക് കാരണമാകുന്ന ചലനങ്ങളെയാണ് നമ്മൾ എർത്ത് മൂവ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ എർത്ത് മൂവ്മെന്റ്സിനെ അവയ്ക്ക് കാരണമാകുന്ന ശക്തികളെ അടിസ്ഥാനമാക്കി രണ്ടായി തിരിക്കാം. ഒന്ന് എൻഡോജനിക് മൂവ്മെന്റ്സ്, രണ്ട് എക്സോജനിക് മൂവ്മെന്റ്സ്. പേര് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. എൻഡോജനിക് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തികൾ.
എക്സോജനിക് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ശക്തികൾ. അപ്പോൾ എൻഡോജനിക് മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതെ, ഭൂമിക്കുള്ളിലെ ശക്തികൾ കാരണമുണ്ടാകുന്ന ചലനങ്ങൾ. ഭൂമിക്കുള്ളിലെ റേഡിയോ ആക്ടിവിറ്റി, പണ്ടുമുതലെയുള്ള ചൂട്, ഭൂമിയുടെ കറക്കം, പിന്നെ കോൺവെക്ഷൻ കറന്റ്സ് ഇവയൊക്കെയാണ് ഈ ശക്തികൾക്ക് കാരണം. അപ്പോൾ എക്സോജനിക് മൂവ്മെന്റ്സ് എന്തായിരിക്കും? വെരി ഗുഡ്. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലുള്ള ബാഹ്യശക്തികൾ കാരണമുണ്ടാകുന്ന ചലനങ്ങൾ. ഉദാഹരണത്തിന് ഒഴുകുന്ന വെള്ളം, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭജലം, ഗുരുത്വാകർഷണം ഇവയെല്ലാം ഇതിന് കാരണമാകുന്നു. നമ്മൾ ആദ്യം എൻഡോജനിക് മൂവ്മെന്റ്സിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ പോവുകയാണ്. ഭൂമിക്കുള്ളിലെ ശക്തികളെപ്പറ്റി. ഇതിൽ കോൺവെക്ഷൻ കറന്റ് എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞില്ലേ? അതെന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഭൂമിക്കുള്ളിലേക്ക് പോകുന്തോറും ചൂടുകൂടി വരും. മാന്റിൽ എന്ന ഭാഗത്ത് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉള്ളതുകൊണ്ട് താപനിലയിൽ വ്യത്യാസമുണ്ടാകും. ഈ ചൂട് കാരണം മാന്റിലിലെ മാഗ്മ ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. ക്രസ്റ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് തണുത്ത് താഴേക്ക് പോകും. പിന്നെയും ചൂടായി മുകളിലേക്ക് വരും. ഇങ്ങനെ മാഗ്മ തുടർച്ചയായി ചാക്രികമായി ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലനത്തെയാണ് കോൺവെക്ഷൻ കറന്റ് എന്ന് വിളിക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ചൂടാക്കി അതിൽ കുറച്ച് കടലാസ് കഷ്ണങ്ങൾ ഇട്ട് നോക്കിയാൽ ഇത് മനസ്സിലാക്കാം. വെള്ളം ചൂടായി മുകളിലേക്ക് വരുന്നതും തണുത്ത് താഴേക്ക് പോകുന്നതും കാണാം. ഇതുപോലെയാണ് ഭൂമിക്കുള്ളിലെ മാഗ്മയും ചലിക്കുന്നത്. ഈ എൻഡോജനിക് മൂവ്മെന്റ്സിനെ വീണ്ടും രണ്ടായി തിരിക്കാം. വളരെ പതുക്കെ സംഭവിക്കുന്ന ചലനങ്ങളും പെട്ടെന്ന് സംഭവിക്കുന്ന ചലനങ്ങളും. ആദ്യം നമുക്ക് ഡയാസ്ട്രോഫിക് മൂവ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ ക്രസ്റ്റിനെ ചലിപ്പിക്കുകയോ ഉയർത്തുകയോ അല്ലെങ്കിൽ രൂപപ്പെടുത്തുകയോ ചെയ്യുന്ന എൻഡോജനിക് പ്രക്രിയകളാണ് ഡയാസ്ട്രോഫിസത്തിൽ വരുന്നത്. ഇവയെ വീണ്ടും രണ്ടായി തിരിക്കാം. എപ്പിറോജനിക് മൂവ്മെന്റ്സ്, ഓറോജനിക് മൂവ്മെന്റ്സ്. എന്താണ് എപ്പിറോജനിക് മൂവ്മെന്റ്സ്? ഭൂമിയുടെ ക്രസ്റ്റിന്റെ വലിയ ഒരു ഭാഗം ഉയർത്തുന്ന പ്രക്രിയകളാണിത്. ഇവയെ വൻകര രൂപണ ചലനങ്ങൾ എന്ന് പറയാം. ഈ ചലനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഓറോജനിക് മൂവ്മെന്റ്സ് അങ്ങനെയല്ല. ഭൂമിയുടെ ഉപരിതലം അതികഠിനമായ രൂപമാറ്റത്തിന് വിധേയമാകും. പർവ്വതരൂപണ ചലനങ്ങളെയാണ് ഓറോജനിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. മടക്ക് പർവ്വതങ്ങൾ അഥവാ ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാകുന്നത് ക്രസ്റ്റിന്റെ ഭാഗങ്ങൾ മടങ്ങിയാണ്. നമ്മുടെ ഹിമാലയൻ പർവ്വതനിലകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നില്ലേ? അതൊരു ഓറോജനിക് മൂവ്മെന്റിന് ഉദാഹരണമാണ്. ഇനി ഫോൾട്ടിംഗ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ക്രസ്റ്റിലെ പാറകൾക്ക് ഭയങ്കര സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ അവയ്ക്ക് പൊട്ടലുണ്ടാകും. ഇങ്ങനെ ക്രസ്റ്റിലെ പാറകൾക്കുണ്ടാകുന്ന വിള്ളലുകളെയാണ് ഫോൾട്സ് എന്ന് പറയുന്നത്. ഈ ഫോൾട്ടിംഗ് കാരണം ചിലപ്പോൾ ഒരു ഭാഗം മുകളിലേക്ക് ഉയർകയും മറ്റേ ഭാഗം താഴേക്കിരുന്നു പോവുകയും ചെയ്യും. ഇങ്ങനെ ഉയർത്തപ്പെട്ട ഭാഗത്തെ ഹോർസ്റ്റ് അഥവാ ബ്ലോക്ക് മൗണ്ടൻ എന്ന് പറയുന്നു. ഇത് ഒരു പർവ്വതം പോലെ കാണപ്പെടും. അതുപോലെ താഴേക്ക് ഇരുന്നു പോയ ഭാഗത്തെ ഗ്രാബൻ അഥവാ റിഫ്റ്റ് വാലി എന്ന് പറയുന്നു. ഇതൊരു താഴ്വരയായി രൂപം കൊള്ളും. അപ്പോൾ ഹോർസ്റ്റ് മുകളിലും ഗ്രാബൻ താഴെയും. ഓർത്തിരിക്കുമല്ലോ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് വളരെ പതുക്കെ നടക്കുന്ന ചലനങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് സഡൻ മൂവ്മെന്റ്സ് അഥവാ പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ച് പഠിക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സഡൻ മൂവ്മെന്റ്സ്? അതെ, വോൾക്കാനിസം അഥവാ അഗ്നിപർവ്വതങ്ങൾ, എർത്ത്ക്വേക്സ് അഥവാ ഭൂകമ്പങ്ങൾ. ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട സഡൻ മൂവ്മെന്റ്സ്. ഈ സംഭവങ്ങൾ പലപ്പോഴും വലിയ ദുരന്തങ്ങളായി മാറാറുണ്ട്. അവ ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കുന്നു. ആദ്യം നമുക്ക് വോൾക്കാനിസം അഥവാ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എന്താണ് ഈ അഗ്നിപർവ്വത പ്രവർത്തനം? അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളെ എങ്ങനെ ലഘൂകരിക്കാം? നമുക്ക് ലിത്തോസ്ഫിയർ എന്താണെന്നറിയാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയായ ക്രസ്റ്റും അതിന് തൊട്ടുതാഴെയുള്ള മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. ഇതിന് ഏകദേശം 100 കിലോമീറ്റർ കനമുണ്ട്. ഈ ലിത്തോസ്ഫിയറിന് താഴെയായി ആസ്തനോസ്ഫിയർ എന്നൊരു സോണുണ്ട്. ഇവിടെ പാറകൾ ഭാഗികമായി ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്, ഒരു സെമി ലിക്വിഡ് അവസ്ഥ. ഈ സോണിൽ നിന്നാണ് ഉരുകിയ പാറയായ മാഗ്മ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നത്. ലിത്തോസ്ഫിയറിലെ വിള്ളലുകളിലൂടെയും ദുർബലമായ ഭാഗങ്ങളിലൂടെയുമാണ് മാഗ്മ പുറത്തേക്ക് വരുന്നത്. ഈ ഉരുകിയ പാറയും വാതകങ്ങളും ചാരവും നീരാവിയുമെല്ലാം പുറത്തേക്ക് വരുന്ന ആ വിടവുകളെയാണ് വോൾക്കാനോസ് അഥവാ അഗ്നിപർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. മാന്റിലിൽ കാണുന്ന ഉരുകിയ പാറയെ നമ്മൾ മാഗ്മ എന്ന് പറയും. അത് ഉപരിതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ലാവ എന്ന് വിളിക്കും. അപ്പോൾ മാഗ്മ ഉള്ളിലും ലാവ പുറത്തും. സിമ്പിളല്ലേ?
മാഗ്മയുണ്ടാകുന്നതും അത് ഉപരിതലത്തിലേക്ക് വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും ലാവ ഒഴുകുന്നതും തണുത്തുറഞ്ഞ് പലതരം ഭൂരൂപങ്ങളുണ്ടാകുന്നതുമെല്ലാം ചേർന്നതാണ് വോൾക്കാനിസം എന്ന പ്രോസസ്സ്. ഒരു അഗ്നിപർവ്വതത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കിയാലോ? അതിനൊരു മാഗ്മ ചേംബർ ഉണ്ടാകും, അതായത് മാഗ്മ സംഭരിച്ചു വെക്കുന്ന ഒരറ. അവിടെ നിന്നും മുകളിലേക്കൊരു കുഴലുണ്ടാകും, അതിനെ വെന്റ് എന്ന് പറയും. വെന്റിന്റെ ഏറ്റവും മുകളിലുള്ള തുറന്ന ഭാഗമാണ് ക്രേറ്റർ. പൊട്ടിത്തെറിക്കുമ്പോൾ ഈ ക്രേറ്ററിലൂടെയാണ് ലാവയും ചാരവും എല്ലാം പുറത്തേക്ക് വരുന്നത്. വലിപ്പത്തിലും ആകൃതിയിലും അഗ്നിപർവ്വതങ്ങൾ വ്യത്യസ്തമായിരിക്കും. പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമനുസരിച്ച് അവയെ ഷീൽഡ് വോൾക്കാനോസ്, കോമ്പോസിറ്റ് വോൾക്കാനോസ്, കാൽഡറാസ് എന്നൊക്കെ തരംതിരിക്കാം. ചിലപ്പോൾ ലാവ ഒരു വലിയ പ്രദേശം മുഴുവൻ ഒഴുകി പരന്ന് തണുത്തുറഞ്ഞ വിശാലമായ സമതലങ്ങളുണ്ടാകും. ഇന്ത്യയിലെ ഡെക്കാൻ പ്രദേശം ഇതിനുദാഹരണമാണ്. കരയിലും സമുദ്രത്തിന്റെ അടിയിലുമായി ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇവയെല്ലാം എവിടെയാണ് കാണപ്പെടുന്നതെന്നറിയാമോ? നമ്മൾ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി അടുത്ത സഡൻ മൂവ്മെന്റ് ഏതാണ്? അതെ, എർത്ത് ക്വേക്സ് അഥവാ ഭൂകമ്പങ്ങൾ. ഭൂകമ്പങ്ങൾ എത്രത്തോളം വിനാശകരമാണെന്ന് നമുക്കറിയാമല്ലേ? എന്താണ് ഈ ഭൂകമ്പങ്ങൾ? അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ മുന്നേ പറഞ്ഞു, ലിത്തോസ്ഫിയർ ഒരുപാട് ടെക്ടോണിക് പ്ലേറ്റ്സായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. ഈ പ്ലേറ്റുകൾ ആസ്റ്റനോസ്ഫിയറിനു മുകളിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു പ്ലേറ്റുകൾ പരസ്പരം ഉരസി നീങ്ങുമ്പോൾ അവയുടെ അതിരുകളിൽ ഘർഷണം അഥവാ ഫ്രിക്ഷൻ ഉണ്ടാകും. ഈ ഘർഷണം കാരണം പ്ലേറ്റുകളുടെ ചലനം തടസ്സപ്പെടുകയും അവിടെ അതിയായ സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യും. ഈ സമ്മർദ്ദം ഘർഷണത്തേക്കാൾ കൂടുമ്പോൾ പ്ലേറ്റുകളുടെ അതിരുകൾ പെട്ടെന്ന് തെന്നിമാറുകയോ പൊട്ടുകയോ ചെയ്യും. അപ്പോൾ അവിടെ സംഭരിക്കപ്പെട്ട ഊർജ്ജം പെട്ടെന്ന് പുറത്തുവിടും. ഈ ഊർജ്ജം സീസ്മിക് വേവ്സ് ആയി ഉപരിതലത്തിലേക്കെത്തും. അതാണ് നമുക്ക് ഭൂകമ്പമായി അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന ഭൂകമ്പങ്ങളെയാണ് ടെക്ടോണിക് എർത്ത് എന്ന് പറയുന്നത്. ഭൂമിക്കുള്ളിൽ ഊർജ്ജം പുറത്തുവിടുന്ന ആ പോയിന്റിനെ ഫോക്കസ് അഥവാ ഹൈപ്പോസെന്റർ എന്ന് പറയുന്നു. ഫോക്കസിന് നേരെ മുകളിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിലെ പോയിന്റാണ് എപ്പിസെന്റർ. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാകുന്നത് എപ്പിസെന്ററിലാണ്. കാരണം സീസ്മിക് വേവ്സ് ആദ്യം എത്തുന്നത് അവിടെയാണ്. ടെക്ടോണിക് ചലനങ്ങൾ കൊണ്ട് മാത്രമല്ല ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഖനികളിലെ മേൽക്കൂരകൾ ഇടിഞ്ഞു വീഴുന്നത്, വലിയ സ്ഫോടനങ്ങൾ എന്നിവയെല്ലാം ഭൂകമ്പങ്ങൾക്ക് കാരണമാകാം. വലിയ ഡാമുകളുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ ഭാരം കാരണം പാറകൾക്ക് ചെറിയ തെന്നിമാറ്റങ്ങൾ സംഭവിച്ച് നേരിയ ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇടുക്കി ജില്ലയിൽ ഇടയ്ക്കിടെ ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊരുപക്ഷെ ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാകാം. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന സ്കെയിലിനെ റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നു. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ലോകത്തിലെ പ്രധാന ഭൂകമ്പ മേഖലകളും അഗ്നിപർവ്വത മേഖലകളും പ്ലേറ്റ് മാർജിൻസിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഹിമാലയൻ പ്രദേശങ്ങൾ ഭൂകമ്പ സാധ്യത വളരെ കൂടിയ സ്ഥലങ്ങളാണ്. കാരണം ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചാണ് ഹിമാലയം രൂപപ്പെട്ടത്. ആ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നതുകൊണ്ടാണ് അവിടെ ഭൂകമ്പ സാധ്യത കൂടുന്നത്. ഭൂകമ്പങ്ങൾ നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെയും ബോധവൽക്കരണം നടത്തുന്നതിലൂടെയും നാശനഷ്ടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയും. ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുൻപും ഉണ്ടാകുമ്പോഴും അതിനുശേഷവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തുറന്ന സ്ഥലത്തേക്ക് മാറുക, അല്ലെങ്കിൽ ബലമുള്ള മേശയുടെയോ കട്ടിലിന്റെയോ അടിയിൽ അഭയം തേടുക. ഭൂകമ്പത്തിന് ശേഷം രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കുക. ഭൂകമ്പം കാരണം കടലിന്റെ അടിത്തട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഭീമാകാരമായ തിരമാലകൾ ഉണ്ടാകാം. ഈ തിരമാലകളെയാണ് നമ്മൾ സുനാമി എന്ന് വിളിക്കുന്നത്. കടലിനടിയിലുണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൽക്കകൾ പതിക്കുന്നതും സുനാമിക്ക് കാരണമാകാറുണ്ട്. 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമി ഓർമ്മയില്ലേ? അത് നമ്മുടെ കേരള തീരത്തും വലിയ നാശം വിതച്ചിരുന്നു. ഏകദേശം 14ഓളം രാജ്യങ്ങളെ അത് ബാധിച്ചു. സുനാമിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? കടൽ പെട്ടെന്ന് ഒഴുകിയിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊരു സുനാമി മുന്നറിയിപ്പായി കണക്കാക്കണം. ഉടൻ തന്നെ തീരത്തുനിന്ന് ഓടി ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുക. ഇന്ന് സുനാമി മുന്നറിയിപ്പ് നൽകാൻ ആധുനിക സംവിധാനങ്ങളുണ്ട്, ഡാട്ട് കോളുള്ളവ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഭൂമിക്കുള്ളിലെ ശക്തികളെക്കുറിച്ചാണ്, എൻഡോജെനിക് മൂവ്മെന്റ്സ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂമിക്ക് പുറത്തുള്ള ശക്തികളെക്കുറിച്ചാണ്, എക്സോജെനിക് മൂവ്മെന്റ്സ്. ഏതൊക്കെയാണ് ആ ബാഹ്യശക്തികൾ? ഗുരുത്വാകർഷണം, താപനിലയിലെ വ്യത്യാസം, ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാലകൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഈ ശക്തികൾ കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന പ്രധാന പ്രക്രിയകളാണ് വെതറിംഗ്, എറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, മാസ് വേസ്റ്റിംഗ് എന്നിവ. പേരുകൾ കേട്ട് പേടിക്കേണ്ട, ഓരോന്നായി നോക്കാം. ആദ്യം വെതറിംഗ് അഥവാ അപക്ഷയം. പാറകൾക്ക് ഭൗതികമായോ രാസികമായോ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനെയാണ് വെതറിംഗ് എന്ന് പറയുന്നത്. അതായത് പാറകൾ പൊടിയുന്ന പ്രക്രിയ. ഇത് 3 തരത്തിലുണ്ട്: ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. ഫിസിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ താപനിലയിലെ വ്യത്യാസം കൊണ്ട് പാറകൾ പൊടിയുന്നതാണ്. പകൽ ചൂടുകൊണ്ട് പാറ വികസിക്കും, രാത്രി തണുക്കുമ്പോൾ ചുരുങ്ങും. ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കുമ്പോൾ പാറകളിൽ വിള്ളലുകൾ വീണു പൊട്ടിപ്പോകും.
അതുപോലെ പാറയുടെ വിള്ളലുകളിലുള്ള വെള്ളം തണുത്തുറഞ്ഞ് ഐസാകുമ്പോൾ വികസിക്കുകയും പാറ പൊട്ടുകയും ചെയ്യും. ഇനി കെമിക്കൽ വെതറിംഗ് എന്താണ്? പാറകളിലെ ധാതുക്കളുമായി ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പാറകൾക്ക് രാസപരമായ മാറ്റം സംഭവിക്കുന്നതാണിത്. ഉദാഹരണത്തിന് ഇരുമ്പ് തുരുമ്പെടുക്കുന്നതുപോലെ. മൂന്നാമത്തേത് ബയോളജിക്കൽ വെതറിംഗ്. സസ്യങ്ങളുടെ വേരുകൾ പാറയുടെ വിടവുകളിലൂടെ വളർന്ന് പാറയെ പൊട്ടിക്കുന്നത് ഇതിനുദാഹരണമാണ്. മൃഗങ്ങൾ പാറകളിൽ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ ജീർണിക്കുന്നതുമെല്ലാം ഇതിന് കാരണമാകാം. മനുഷ്യന്റെ പ്രവർത്തനങ്ങളും വെതറിങ്ങിന് കാരണമാകാറുണ്ടോ? ഉണ്ട്. ഖനനം, പാറ പൊട്ടിക്കൽ എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ഈ വെതറിംഗ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായും. മണ്ണുണ്ടാകുന്നത് പാറകൾ പൊടിഞ്ഞാണ്. അതുപോലെ പാറകളിൽ നിന്ന് ധാതുക്കളെ വേർതിരിച്ചെടുക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി അടുത്ത പ്രക്രിയകൾ നോക്കാം. എറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ. ഇവ മൂന്നും ഒരുമിച്ചാണ് നടക്കുന്നത്. വെതറിംഗ് കാരണം പൊടിഞ്ഞ പാറക്കഷ്ണങ്ങളെ ഒഴുകുന്ന വെള്ളമോ കാറ്റോ ഹിമാനികളോ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ആ പ്രക്രിയയാണ് എറോഷൻ അഥവാ അപരദനം. ഈ കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ട്രാൻസ്പോർട്ടേഷൻ. ശേഷം ഈ വസ്തുക്കളെ മറ്റൊരിടത്ത് നിക്ഷേപിക്കുന്നു. അതാണ് ഡെപ്പോസിഷൻ അഥവാ നിക്ഷേപണം. ഇങ്ങനെയാണ് പുഴയുടെ തീരത്തും കടൽ തീരത്തുമെല്ലാം മണ്ണടിഞ്ഞുകൂടി പുതിയ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എക്സോജനിക് മൂവ്മെന്റ്സിലെ അവസാനത്തെ ഇനമാണ് മാസ് വേസ്റ്റിംഗ്. ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്തിൽ പാറക്കഷ്ണങ്ങളോ മണ്ണോ ചെരിവുകളിലൂടെ താഴേക്ക് നീങ്ങുന്നതിനെയാണ് മാസ് വേസ്റ്റിംഗ് എന്നു പറയുന്നത്. ഇത് വളരെ പതുക്കെയും സംഭവിക്കാം, വളരെ വേഗത്തിലും സംഭവിക്കാം. ലാൻഡ്സ്ലൈഡ്സ് അഥവാ മണ്ണിടിച്ചിൽ, ഡെബ്രിസ് ഫ്ലോസ് അഥവാ ഉരുൾപൊട്ടൽ എന്നിവയെല്ലാം മാസ് വേസ്റ്റിംഗിന്റെ വിവിധ രൂപങ്ങളാണ്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഒരുതരം മാസ് വേസ്റ്റിംഗ് ആണ്. എന്താണ് ഈ ഉരുൾപൊട്ടൽ? പാറയുടെയും മണ്ണിന്റെയും അവശിഷ്ടങ്ങൾ വെള്ളവുമായി കലർന്ന് കുത്തനെയുള്ള ചെരിവുകളിലൂടെ അതിവേഗത്തിൽ താഴേക്ക് പതിക്കുന്നതിനെയാണ് ഡെബ്രിസ് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു മലയുടെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് നീങ്ങുന്നതാണ് ലാൻഡ്സ്ലൈഡ്. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇവ രണ്ടും സംഭവിക്കാറുണ്ട്. ചെരിവ് കൂടിയ പ്രദേശങ്ങൾ, മണ്ണിന്റെ ഘടന, ഭൂവിനിയോഗം, കനത്ത മഴ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പാറ പൊട്ടിക്കൽ എന്നിവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകാറുണ്ട്. 22 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യത കൂടുതലാണ്. ഈയിടെയായി കേരളത്തിലെ മലയോരങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് അഥവാ തുരപ്പൻ മണ്ണൊലിപ്പ്. ചെങ്കല്ലിന് താഴെയായി കളിമണ്ണുള്ള പ്രദേശങ്ങളിൽ വെള്ളം ഊർന്നിറങ്ങി കളിമണ്ണിനെ ഒഴുക്കിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ മണ്ണിനടിയിൽ പൈപ്പ് പോലെ തുരങ്കങ്ങൾ രൂപം കൊള്ളുന്നു. ഇതും വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്താനും മുൻകരുതലുകൾ എടുക്കാനും സാധിക്കും. റിമോട്ട് സെൻസിംഗ്, GIS തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഇതിനായി ഉപയോഗിക്കുന്നു. കേരളത്തിൽ കാവാച്ച് എന്നൊരു ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം നിലവിലുണ്ട്. ദുരന്ത സാധ്യതകൾ നിരീക്ഷിക്കാനും എന്തെങ്കിലും കണ്ടെത്തിയാൽ SMS വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും ജനങ്ങളെ അറിയിക്കാനും ഈ സംവിധാനം സഹായിക്കുന്നു. ഈ അധ്യായത്തിലൂടെ നമ്മൾ ഭൂമിയുടെ ചലനങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. മനുഷ്യന്റെ പ്രവർത്തനങ്ങളും പ്രകൃതിയും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളെ ദുരന്തങ്ങളാക്കി മാറ്റുന്നത്. പ്രകൃതിയെ നശിപ്പിക്കാതെ വരും തലമുറയുടെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു വികസനമാണ് നമുക്ക് വേണ്ടത്. അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രകൃതിയെയും സംരക്ഷിക്കാം. സുരക്ഷിതമായ ഒരു നല്ല നാളേക്കായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800606663636 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.